അസ്സലാമു അലൈക്കും. ഒരു മരുന്ന് കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെഡിസിൻ ലേബൽ എങ്ങനെ വായിക്കാം, സ്ട്രെങ്ത്തും ഡോസും എന്താണ്, ബ്രാൻഡ് നെയിം എന്താണ്, ജനറിക് നെയിം എന്താണെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു മരുന്ന് സ്ട്രിപ്പായിട്ടാണ് കിട്ടുന്നത്, കട്ട് സ്ട്രിപ്പായിട്ട് കിട്ടുകയാണ്. അതിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നുമില്ല, എക്സ്പയറി ഡേറ്റ് ഇല്ല, മാനുഫാക്ചറിങ് ഡേറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന സ്ട്രിപ്സിൽ ചില സമയത്ത് എക്സ്പയറി ഡേറ്റ് മിസ് ആവാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാർമസിസ്റ്റിനോട് റിക്വസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒരു എൻവലപ്പിൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ മെഡിസിൻ വെച്ച് തരാൻ പറയാം. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ്, നമ്മൾ പിന്നെയും ചിലപ്പോൾ ഈ മെഡിസിൻ യൂസ് ചെയ്തെന്ന് വരാം. നിങ്ങൾ ബോക്സുകൾ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബോക്സിൻ്റെ ആ എക്സ്പയറി ഡേറ്റ് വരുന്ന പോർഷനും ആ സ്ട്രിപ്പിൻ്റെ ആ പോർഷനൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്ന ബോക്സിലൊക്കെ ലീഫ്ലെറ്റ്സ് ഉണ്ടാവും, ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്. ഇത് എത്ര പേര് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ലീഫ്ലെറ്റ്സിലുണ്ടാകും. സപ്പോസ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി റിയാക്ഷൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. പ്രിക്കോഷൻസും കോൺട്രാ ഇൻഡിക്കേഷൻസും എല്ലാ കാര്യങ്ങളും ഈ ലീഫ്ലെറ്റ്സിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് സ്ട്രിപ്പിൽ കിട്ടുമ്പോൾ അത് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ബോക്സിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ലീഫ്ലെറ്റും കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ തുറന്ന് നോക്കിയാൽ മെഡിസിൻ എങ്ങനെ യൂസ് ചെയ്യണം തൊട്ട് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. ചില എക്സിപിയൻസ് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, ചിലവർ ചോദിക്കാറുണ്ട് ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള മെഡിസിനാണ്, ഷുഗറിൻ്റെ എന്തെങ്കിലും കോമ്പണൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ ഫ്ലേവറിങ് എങ്ങനെയാണ്, ചിലവർക്കൊക്കെ ചില ഫ്ലേവർ അലർജി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ എക്സിപിയൻസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസിൽ ഇതിലുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ലീഫ്ലെറ്റ്സ് നിങ്ങൾ വായിച്ച് നോക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പഴയ മെഡിസിൻസിൻ്റെ സ്ട്രിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഫാർമസിയിൽ പോയിട്ട് ഫാർമസിസ്റ്റിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഇത് എന്തിൻ്റെ മെഡിസിനാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അത്ര ഉറപ്പില്ല, ഇത് കുറേ പഴയ മെഡിസിൻ ആണെങ്കിൽ നിങ്ങൾ ഇത് എടുത്ത് കളയുക, യൂസ് ചെയ്യരുത്. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഔട്ടർ പാക്കേജിങ് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിത്ത് ദി എൻവലപ്പ് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ആൻഡ് വിത്ത് ദ പ്രിസ്ക്രിപ്ഷൻ എന്തായാലും നിങ്ങൾക്ക് കയ്യിൽ വേണം. ഇഫ് പ്രിസ്ക്രിപ്ഷൻ ഉള്ളി മെഡിസിൻസ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യുന്നതെങ്കിൽ എന്തായാലും പ്രിസ്ക്രിപ്ഷൻ ഇതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഫാർമസിയിൽ നിന്ന് ഒരു ബില്ലും നിങ്ങൾ കയ്യിൽ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു മെഡിസിൻ നിങ്ങൾക്ക് കൈ കിട്ടുമ്പം അറിയേണ്ട കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഇപ്പം ആരെങ്കിലും നിങ്ങൾ ഏത് മെഡിസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഈ കമ്പനിയുടെ നെയിം പറയാതെ നിങ്ങൾ ഈ അടിയിലുള്ള മെഡിസിൻ്റെ നെയിം ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ ബ്ലഡ് പ്രഷറും ഷുഗറും അങ്ങനത്തെ ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസസുകളുള്ള പേഷ്യൻസിന് അവരുടെ ആ ജനറിക് മെഡിസിൻ എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. സോ മസ്സലാമ.